പത്തനംതിട്ടയിൽ കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ്. റാന്നി, കോന്നി അടക്കം പലയിടങ്ങളിലും മരം വീണ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഏതാനും വീടുകൾക്ക് മുകളിലും മരം വീണു. നമ്മളിപ്പോൾ കാണുന്നത് കനത്ത കാറ്റിന്റെയും മഴയുടെയും ചില CCTV ദൃശ്യങ്ങളാണ്. വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സുഖ്യ അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റാന്നി ശാഖ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് തൊട്ട് അരികിലായി നിന്ന 2 തേക്ക് മരങ്ങൾ കനത്ത മഴയും ഒപ്പം വീശിയടിച്ച കാറ്റിലും കടപുഴകി വീഴുകയായിരുന്നു. ഇത് ലൈൻ കമ്പിയിലേക്കാണ് വീണത്. ഇതേ തുടർന്ന് 4 പോസ്റ്റുകൾ തകർന്ന് വീണിട്ടുണ്ട്. 3 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ഈ SBI ശാഖയ്ക്ക് മുന്നിലായിരിക്കുന്ന ഇരുചക്ര വാഹനം ഈ മരത്തിന് അടിയിലായിരുന്നു. ഒപ്പം തന്നെ ഈ മാരുതിയുടെ താൽക്കാലിക ഡിസ്പ്ലേക്കുള്ള വാഹനങ്ങൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെട്ട മേഖലയിലേക്കാണ് തേക്കിന്റെ ശിഖരങ്ങൾ വന്നു പതിച്ചത്. നിങ്ങൾ ഈ കടയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നോ? നമ്മൾ ഈ കടയുടെ ഇവിടെ ഇരിക്കുമായിരുന്നു. സുഹൃത്ത് പറഞ്ഞു കാറ്റ് വരുന്നത് ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് എണ്ണിക്കുകയും ഈ മരങ്ങൾ വന്ന് വീഴുകയും 2 തേക്ക് ഒരുപോലെ വീണു. അപ്പം ഞാൻ എൻ്റെ വൈഫും എൻ്റെ അമ്മായും ഉണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ ഞങ്ങൾ വെളിയിലോട്ട് ചാടാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടെ ഈ മുമ്പിൽ നമ്മുടെ ലൈൻ കമ്പി 11 kV ലൈൻ കമ്പി കാരണം ഞങ്ങൾക്ക് പോകാനൊക്കത്തില്ല. ദൈവാനുഗ്രഹത്താൽ അന്നേരം കറണ്ട് അങ്ങ് പോയി. അല്ലെങ്കിൽ ഞങ്ങൾ ക്ലിയർ ആയനെ. പിന്നെ ഇങ്ങനെ വന്നു ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഓട്ടോയുടെ മണ്ടയ്ക്കും കടയുടെ മണ്ടയ്ക്കും ഇന്നിപ്പോൾ സാധനങ്ങൾ എടുത്തേ ഉള്ളായിരുന്നു. നാളെ ശനിയാഴ്ച കച്ചവടത്തോടെ സാധനങ്ങൾ എടുത്തേ ഉള്ളായിരുന്നു. എടുത്ത് വന്ന് ഞാൻ ഇവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ വന്ന് എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഓട്ടോ ആണെങ്കിൽ അതിനെക്കാട്ടും പഞ്ചറായിട്ട് കിടക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ ഓണർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? അപ്രതീക്ഷിതമായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു 3 മിനിറ്റും കൊണ്ട് 2 തേക്ക് ഒടിഞ്ഞ് പെട്ടെന്ന് വീഴുകയായിരുന്നു. 2 പോസ്റ്റ് പോയിട്ടുണ്ട്. വലിയ പരിക്കെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും സംഭവിച്ചില്ല. ആളുകൾക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചില്ല എന്നുള്ളതാണ് ആശ്വാസം. മഴയായതുകൊണ്ടും റോഡിൽ വലിയ ആളില്ലാഞ്ഞുകൊണ്ടും ഇരുന്നൊരു ബൈക്ക് പോയി, ബൈക്കിന്റെ മണ്ടയ്ക്ക് വീണു. ഇവിടെ ഒരു ജീവനക്കാരൻ കൂടി ഉണ്ടായിരുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ വന്നടിച്ച് അദ്ദേഹത്തിന് നേരിയ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിച്ചിട്ടുണ്ട്. കാറിന്റെ സ്ഥിതി കണ്ടിട്ട് ടോട്ടൽ ലോസ് എന്നുള്ള രീതിയിൽ പോകുമോ? മൊത്തം ഡാമേജാ. വേറെ ഇനി തേക്ക് മേളിൽ കിടക്കും. ഇനിയും അത് വണ്ടി മാറ്റിയിട്ട് വേണം എടുക്കാൻ. നോക്കിയിട്ട് പിന്നെ ബാക്കി ഇനി വെളിയിൽ ഇറക്കിയാൽ അറിയത്തുള്ളൂ വണ്ടിയുടെ അവസ്ഥ എന്തുവാണ്. ഇവിടെ മാത്രമല്ല, റാന്നി, കോന്നി, പ്രക്കാനം, ഇലവന്തിട്ട മേഖലകളിലടക്കം സമാനമായ രീതിയിൽ പലയിടങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതത്തിന് തടസ്സമാകുന്ന രീതിയിൽ ലൈൻ കമ്പികൾ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏതാനും വീടുകൾക്ക് മുകളിലേക്ക് കൂടി മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളപായം എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ട് ഉള്ളത്. റാന്നി പത്തനംതിട്ട റൂട്ടിൽ ഡിപ്പോപ്പടിയിൽ മരം വീണതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ചരിഞ്ഞ് വീണ് ഏതാനും സമയത്തോളം ഗതാഗതത്തിന് തടസ്സമുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സിന്റെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.